ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവിയിലേക്ക് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഹിന്ദി മൂവിയാണ് ജാട്ട് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ജാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ആക്ഷൻ എൻ്റർടൈൻ എന്നാണ് അവർ വിശേഷിക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ടും കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്രമാത്രം ഇമ്പാക്റ്റ് കിട്ടി ഇല്ല ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പരിചയപ്പെടാം. ഡയറക്ഷൻ അതുപോലെ തന്നെ തിരക്കഥ ചെയ്തിട്ടുള്ള ഗോപിചന്ദാണ്. കാശി നോക്കിക്കഴിഞ്ഞാൽ സണ്ണി ഡിയോൾ, രമ്യ കൃഷ്ണൻ, റംഗീന കാസ്ട്രോ, പ്രദീപ് സിംഗ് തുടങ്ങിയ പ്രധാനമായും കാസ്റ്റിംഗ് ആയതുകൊണ്ട് ബാക്കി ഒരുപാട് താരങ്ങളുണ്ട്. ചില വ്യക്തികളുടെ പേരും അറിയില്ല. പ്രധാനമായിട്ടും ഹിന്ദി സിനിമകളിലൊക്കെ സജീവമായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. ഇപ്പം നമ്മുടെ ഡാഡി ഗിരിജ അദ്ദേഹമൊക്കെ ഒരു പ്രധാനപ്പെട്ട റോളിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി നോക്കുക വെച്ചെങ്കിൽ എന്താ പറയുക, ഒരു ആക്ഷൻ എൻ്റർടൈനാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതായത് ഒരു ക്രിമിനലും അത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു നാട് മൊത്തമാണ് ഇതിൻ്റെ കണ്ടൻറ്റായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ തമ്മനാണ് മ്യൂസിക്. കാരണം മ്യൂസിക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സപ്പോർട്ട് തന്നെ തമ്മൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വൈസ് എനർജി തോന്നുന്ന പല പല രംഗങ്ങളും ചിത്രത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം ഇതിൻ്റെ ഡ്യൂറേഷൻ നോക്കുമ്പോൾ 2 മണിക്കൂറും 30 മിനിറ്റാണ് ഇതിൻ്റെ ഡ്യൂറേഷനായി കൊടുത്തിട്ടുള്ളൂ. ആ 30 മിനിറ്റും കാണുന്ന പ്രേക്ഷകർക്ക് ബോറടിപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ബോറടിപ്പിക്കുന്നുണ്ട്. നമുക്കത് എന്താണെന്ന് പതിയെ വരാം. ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് 2009 ശ്രീലങ്കയിൽ ആണ് ഇതൊരു സ്റ്റോറി ആരംഭിക്കുന്നത്. നമ്മുടെ പ്രധാനമായിട്ടുള്ള നമ്മുടെ കഥാനായകനായിട്ടുള്ള വില്ലനെ കാണിക്കുന്നത് ഈ 2009 അപ്പോൾ അവിടെ ശ്രീലങ്കൻ ഇതിൽ ഫോറസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ മിലിറ്ററി ഓഫീസിന് വേണ്ടിയിട്ട് കൂലിവേല ചെയ്യുന്ന ഒരാളായിട്ടാണ് നമ്മുടെ വില്ലനെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കും അതിനിടയ്ക്ക് ഒരു ടൈഗർ ഫോഴ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു സംഭവം കിട്ടുന്നു. അങ്ങനെ അവിടത്തുള്ള ഒരു മിലിറ്ററി ഫോഴ്സിനെ മൊത്തം കൊന്നൊടുക്കിക്കൊണ്ട് അതുമായിട്ട് വില്ലൻ കടന്നു കളയാൻ ശ്രമിക്കുന്നുണ്ട്. അത് നേരെ വേറൊരു രാജ്യത്തിലോട്ട് എത്തുന്നു, വേറെ നാട്ടിലോട്ട് എത്തുന്നു. അവിടുത്തെ പോലീസുകാരും വീണ്ടും ആ അറസ്റ്റ് ചെയ്യാതെ ആ ക്രിമിനലിനെ വീണ്ടും വലുതാക്കുന്നു. അങ്ങനെയാണ് രാവണനോ എന്താ പറയുക പേര് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ദുർഗ അങ്ങോട്ടാണ് രവി ദുർഗയെ എന്താണ് വില്ലൻ്റെ പേര് പെട്ടെന്നായിട്ട് ഓർക്കുന്നില്ല. കാരണം അത് യാതൊരു ക്വാളിറ്റി ആയിട്ടും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വില്ലനെ അങ്ങനെ ആ നാട്ടിലോട്ട് വലിയ ക്രിമിനലായി മാറ്റിയെടുക്കുന്നു ആ പോലീസുകാരൻ. അങ്ങനെ അവൻ്റെ കഥയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു നാട്ടിൽ ഒരു കുഗ്രാമം വില്ലൻ്റെ ക്രൂരതകൾ കൊണ്ട് മുന്നോട്ട് പോകുന്ന കുഗ്രാമം. വില്ലൻ്റെ പ്രധാന ഹോബി എന്ന് വെച്ചാൽ വില്ലനെ കുറച്ച് ശിങ്കിടികളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും മേഖല സ്ത്രീകളെ കാണുന്നു, അവരുടെ ഡ്രസ്സ് വലിച്ചൂരുക, രസിക്കുക, ഇതൊക്കെയാണ് പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യേണ്ട ഇത് പടമാണെങ്കിൽ പഴയ പടത്തിലെ പോലീസുകാരൻ ഒരു മിനിസ്റ്റർ ഉണ്ടാവും. അതൊക്കെ ആൾക്കാരൊക്കെ മുന്നോട്ട് പോകുന്നു, സൈഡെടുക്കുക മുന്നോട്ട് പോകുന്നു. അങ്ങനെ വില്ലൻ്റെ ക്രമസമാധാനം അല്ലെങ്കിൽ ആ നാട്ടിൽ ക്രമസമാധാനം കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ കൊന്നു തള്ളുന്നുണ്ട്. അത് കണ്ടിട്ട് ഒരു ചെറിയ പെൺകുട്ടിയും അവിടുത്തെ ആൾക്കാരും കൂടി പരാതി നൽകുന്നു. അവിടുത്തെ നമ്മുടെ ഡൽഹിക്ക് ഒരു കത്ത് അയക്കുന്നുണ്ട്, ഡൽഹി പ്രസിഡന്റിന്. ഡൽഹി പ്രസിഡന്റ് കയ്യിൽ കിട്ടുമ്പോൾ അതൊക്കെ വല്ല കോമഡി ആയിട്ടാണ്. ഓരോരുത്തരും ഓരോ തള്ളവരിലും വെള്ളമൊക്കെ മുറിച്ചിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് പാഴ്സലായിരിക്കും, ലെറ്ററും വയ്ക്കുന്നുണ്ട്. അങ്ങനെ മിനിസ്റ്ററായിട്ട് പ്രസിഡൻ്റായി വന്നിട്ടുള്ള നമ്മുടെ രമ്യ കൃഷ്ണനാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇതിനെ കുറിച്ചിട്ട് പഠിക്കുന്നു. അങ്ങനെ നമ്മുടെ ഡാഡി ഗിരിജ ഏൽപ്പിക്കുന്നു, എങ്ങനെ ഇതിന് തീരുമാനമെടുക്കണം, ഇതിൻ്റെ ഓർഡറാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കഥാനായകനെ പിടിക്കോ ടൂർ പോയിട്ട് ഓടുന്ന വരുന്ന ഭാഗമായിട്ട് കാണിച്ചുള്ള ഒരു പാട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഇൻട്രോ ഒക്കെ നൈസായിരുന്നു, ഇൻട്രോ ബിൽഡും പരിപാടിയും കാര്യങ്ങളൊക്കെ. ആ പാട്ടും അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ വെച്ചാൽ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കേട്ടിരിക്കാൻ പറ്റിയ ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ നായകനെ കാണിക്കുന്നുണ്ട്, ആളുടെ ഒരുപാട് സീൻസും പരിപാടിയും കാര്യങ്ങളും കാണിക്കുന്നു. അങ്ങനെ ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. എന്താ ചന്ദ്രഗിരിയോ ഏതോ നാട്ടിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആവുന്നു. അങ്ങനെ എനിക്ക് ഒരു ചായക്കട കിട്ടുന്നു. ചായക്കടയിൽ കയറിയ സമയത്താണ് അവിടുത്തെ ക്രിമിനൽസ് ആയികളോ ഇദ്ദേഹത്തിന് ഇഡ്ഡലി കഴിക്കുന്നുണ്ട്. ഇഡ്ഡലി തട്ടി കളയും, സോറി പറയും. അവൻ പറ്റില്ല, അവന് മേലൊരാളുണ്ട്, അവൻ വന്ന് പറയും. അതിൻ്റെ അടുത്ത് പോകുന്നു, അവനെ അടിച്ചിടുന്നു. അതിൻ്റെ മേലെ ഒരാളടുത്തേക്ക് എത്തുന്നു. അതിൻ്റെ മേലെ നമ്മുടെ വില്ലൻ്റെ അടുത്തേക്ക് എത്തുന്നു. വില്ലൻ സോറി പറയുന്നു. പിന്നെ അതിനിടയ്ക്കാണ് ഒരു ഇൻസിഡൻറ്റ് കൂടി സംഭവിച്ചെന്ന് അറിയുന്നത്. പിന്നീട് നമ്മുടെ നായകൻ്റെ പ്രശ്നമായി മാറുന്നുണ്ട്. വില്ലനെ എങ്ങനെയാണ് പിന്നീട് കൊല്ലുക അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു തീരുമാനമാക്കുക എന്നൊക്കെ മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു കൊടുങ്കുറ്റകളായിട്ടുള്ള ഒരു ക്രിമിനലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് മൊത്തം തയ്യാറെടുക്കുന്നു. അതാണ് ഇതിൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ എങ്ങനെയാണ് അത് ഇവിടേക്ക് എത്തിപ്പെടുക, എങ്ങനെയാണ് ആ വില്ലനെ വധിക്കാൻ വേണ്ടി ശ്രമിക്കുക, എങ്ങനെയാണ് ബാക്കി രക്ഷപ്പെടുത്തുക എന്നൊക്കെ അതിൻ്റെ സ്റ്റോറി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. എസ്പെഷ്യലി ഈ വില്ലൻ്റെ വീട്ടിൽ പോയിട്ടുള്ള ആ സീൻസും ലോറിയായിട്ട് പോകുന്ന മാസ് ഡയലോഗും പരിപാടിയും കാര്യങ്ങളൊക്കെ ഒരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു. പക്ഷെ നേരെ സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ എന്തോ അങ്ങനെ നീങ്ങാത്ത പോലെ തോന്നി. സ്ഥിരം പാറ്റേണായിട്ടുള്ള സ്റ്റോറിയിലോട്ട് കിടക്കുന്നുണ്ട്. അതായത് നമ്മുടെ നായകൻ്റെ ഫ്ലാഷ് ബാക്ക്, അതിനേക്കാൾ മുമ്പായിട്ട് ആ മരിച്ച വ്യക്തികളെ ഓരോ ഫാമിലി എന്തിനായിരുന്നു ചെയ്തിട്ടുണ്ടാണ്. സമരം ചെയ്യലും സ്ഥിരമായിട്ടും കർഷക ആത്മഹത്യ, അതുപോലെ തന്നെ ദാരിദ്ര്യം പരിപാടിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികൾ ചൂഷണം ചെയ്യുന്ന, സെക്ഷലി അബോസ് ചെയ്യുന്ന സീൻസ് എടുത്ത് കാണിക്കുന്നു. സ്ഥിരം പടത്തിൽ സ്ഥിരം പാറ്റേൺ തന്നെയാണ്, അതിലൊന്നും മാറ്റമില്ല. പക്ഷേ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് തന്നെ നമ്മുടെ നായകൻ ഈ കൊച്ചു ആൾക്കാരായിട്ടാണ് പോകുന്നത്. അവർ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കുറേ ആൾക്കാർ. പക്ഷെ അതിലോട്ടൊക്കെ എത്തിയപ്പെട്ട എന്തോരം ലാഗാണ്. സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ എത്തുമ്പോൾ
നല്ല രീതിയിൽ തന്നെ ഈ ലാഗ് എന്ന് പറയുന്ന സംഭവം അനുഭവപ്പെടുന്നുണ്ട്. കൂടാതെ പടം നീങ്ങാത്ത പോലെയും എങ്ങും എത്താത്തൊരു അനുഭവമാണ് എനിക്ക് സമ്മാനിച്ചത്. ജാട്ട് എന്നാണ് നമ്മുടെ കഥാനായകൻ്റെ പേരായിട്ട് വിശേഷിപ്പിക്കാൻ സാധിച്ചത്. അവസാനമായിട്ട് കുറേ സസ്പെൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. AV ജയകുമാർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ സസ്പെൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. സ്ഥിരമായിട്ടുള്ള കണ്ടിട്ടുള്ള പാറ്റേൺ പോലെ തന്നെ നമുക്ക് യാതൊരു ഇമ്പാക്റ്റും ഒന്നുമില്ല. നമ്മൾ ഇരിക്കുന്ന സമയത്ത് തോന്നിക്കുന്ന തരത്തിലാണ് തോന്നിയത്. അല്ലാണ്ട് അത് കൈയടിക്കാനുള്ള ആ സീൻസോ കാര്യങ്ങളൊന്നുമില്ല. അവസാന ഭാഗത്ത് മൊത്തം വില്ലനും വരെ ടെസ്റ്റ് കൊടുക്കണം, വില്ലൻ ആരായിരുന്നു മുന്നേ എന്നൊക്കെ പരിപാടിയും കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും യാതൊരു ഗുണമില്ല. പിന്നെ പ്രധാനമായിട്ടും വില്ലിന് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ള ഒരു ബിൽഡപ്പ് ഉണ്ട്. റോ എന്നാണ് വില്ലൻ്റെ ബാൻഡ് സ്കോറായി കൊടുത്തിട്ടുള്ളത്. ആ സാധനം കേൾക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ തോന്നും, വില്ലൻ്റെ ഇരുത്തം കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ എന്താ പറയുക, ഒരു പവർ ഇല്ലാത്തൊരു വില്ലൻ പോലെ. കാരണം കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത വില്ലൻ. നമുക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാനാണ് വില്ലനെന്ന് തോന്നിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത് വില്ലൻ്റെ ഭാര്യ വന്നിട്ടുള്ള റംഗീന കാസ്ട്രോ എന്ന് പറയുന്ന ആ നടിയുണ്ട്. തീർച്ചയായിട്ടും ഞെട്ടിച്ച് കളിച്ച് ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ്. അവരുടെ ഭാഗത്ത് നെഗറ്റീവ് ഷെഡുകളാണ്. ഒരുപാട് പോലീസുകാരികൾ വന്നിരുന്നു. കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. ഒരു പോലീസുകാരെ തോന്നുമ്പോൾ തീർച്ചയായിട്ടും അതിന് പറയാണ്ട ഒരുപാട് രംഗങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായിപ്പോൾ അതും നല്ലൊരു കോമഡിയെ തിരുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ സ്ഥിരമായിട്ടുള്ള കുറേ നാട്ടുകാരും ദാരിദ്ര്യ പറച്ചിലും പരിപാടിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അതിലൊന്നും യാതൊരു മാറ്റം വരെ തറക്കുമില്ല. അതേപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതാണ് തോന്നുന്നു നമ്മുടെ തിരക്കഥത്തും ഡയറക്ടറും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ വില്ലൻ രക്ഷിക്കുമോ ഇല്ലേ എന്നൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. വില്ലനല്ല, നമ്മുടെ നായകനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആക്ഷൻസും പരിപാടിയും ഡയലോഗ് കൊള്ളാൻ പറ്റുന്നത്. പക്ഷേ ഇമോഷണലി പറയുന്ന പല സീൻസും ഒട്ടും തന്നെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം ആ ടച്ചും കിട്ടുന്നില്ല. അത് നായകൻ്റെ ഇമോഷണലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ബാക്കിയുള്ള വ്യക്തിയുടെ ഇമോഷണാലിറ്റി ഉള്ള സീൻസ് ആണെങ്കിലും ശരി. പക്ഷെ എന്തോ പറയുക, ആ ഒരു ഫീലിംഗ് ഒന്നും തന്നെ കാണുന്ന പ്രശ്നം കണ്ടു ചെയ്യിച്ചില്ല. തിരക്കഥയും അതിന് വരുന്ന പശ്ചാത്തലമായി വരുന്ന ബാക്ക്ഗ്രൗണ്ട് അഭാവം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായി തോന്നുന്നു. പോസിറ്റീവ് ഘടകങ്ങളോട്ട് പറയുമ്പോൾ ആക്ഷൻസും അതുപോലെ തന്നെ ബാൻഡ് സ്കോർ വരെ തമ്മിൻ്റെ ബീജിങ്ങും അത്യാവശ്യം കൊള്ളാമായിരുന്നു. പിന്നെ നായകൻ്റെ ചില പ്രകടനം ചില നേരത്ത് കൊള്ളാമായിരുന്നാണ് തോന്നിപ്പോയ ഇൻട്രോ സീൻസും വില്ലൻ്റെ ഇൻട്രോയും ക്ലൈമാക്സ് സീൻസൊക്കെ ഒരു അത്യാവശ്യം സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായി നമ്മൾ കണ്ടു വന്നിട്ടുള്ള ഒരു ക്ലൈമാക്സ് തന്നെയാണ്. കണ്ടിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അത് പരീക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കാര്യമായിട്ട് ഇമ്പാക്റ്റും അതിന് കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ക്ലൈമാക്സ് ഒക്കെ പെട്ടെന്ന് തീർത്തു. വില്ലൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ തീർത്ത പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറേ നാഷണാലിറ്റി ഇമോഷൻസും അതുപോലെ കുറേ മെസ്സേജ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു ഗുണം ഈ പടത്തിന് സാധിച്ചില്ല. അപ്പോൾ എനിക്ക് ചുരുക്കി പറഞ്ഞാൽ ജാട്ട് എന്ന് പറഞ്ഞ മൂവി എനിക്ക് തോന്നിയില്ല. എൻ്റേതായിട്ടുള്ള അഭിപ്രായമാണ്. അത് നീങ്ങാത്ത ഒരു ജാട്ട്. കാരണം ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്പീഡപ്പ് ആയിട്ടും പുതിയൊരു എക്സ്പീരിയൻസ്മെൻ്റ് അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന തരത്തിലായിരുന്നു ഫസ്റ്റ് ഹാഫ് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിൽ, നേരെ സെക്കൻഡ് ഹാഫ് കിടക്കുമ്പോൾ ആ ലാഗിങ് നല്ല രീതിയിൽ അനുഭവപ്പെട്ടു. തുടക്കം തൊട്ട് ഒടുക്കം വരെയും. പിന്നെ ആ കൂട്ടി സെക്കൻഡ് ഹാഫിൽ പോസിറ്റീവായി ഘടകം എടുത്ത് പറയാനുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഫൈറ്റ് സീനാണ്. ആ ബിൽഡപ്പും പരിപാടിയും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ എനിക്ക് വർക്കായിട്ടുണ്ട്. അത്യാവശ്യം നല്ല കൊള്ളാമായിരുന്നു. അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞ് യാതൊരു പോസിറ്റീവ് ഘടകങ്ങളോ ഒന്നും തന്നെ സെക്കൻഡ് ഹാഫിലും ഇല്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്കൊരു ആവറേജ് അല്ലെങ്കിൽ ആവറേജിന് താഴെ നിൽക്കുന്ന അനുഭവമായിട്ടാണ് ജാട്ട് എന്ന് പറഞ്ഞ മൂവി തോന്നിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നത്തേയും പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എനിക്ക് അതായിരിക്കും. ബൈ.